അപകടകരമാവുന്ന രീതിയിൽ വലിയ മരങ്ങൾ കയറ്റി വന്ന ലോറിയാണ് മോട്ടോർ വാഹന വകുപ്പ് ഇപ്പോൾ പിടിച്ചെടുത്തിരിക്കുന്നത്. ഇത് അപകടകരമാവുന്ന രീതിയിൽ വന്നതിന് മാത്രമല്ല, ഇതിൻ്റെ ഈ ലീഫ് സെറ്റിൻ്റെ ഭാഗം ഒടിഞ്ഞത് മൂലം ഈ വാഹനം പൂർണ്ണമായും ഒരു ഭാഗത്തേക്ക് ചെരിഞ്ഞിരിക്കുകയാണ്. അതേ തുടർന്ന് ഇപ്പോൾ വാഹനം ചെരിഞ്ഞാണ് നിൽക്കുന്നത്, തകരാറിലായി നിൽക്കുകയാണ്. പക്ഷേ ഈ വാഹനം വളരെയധികം ഓവർലോഡാണ് എന്നുള്ളത് ഒറ്റ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ്. ഇതിനെതിരെ മോട്ടോർ വാഹന വകുപ്പ് നടപടി എടുക്കുകയും ചെയ്തിട്ടുണ്ട്. മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെൻറ്റ് വിഭാഗമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടപടി എടുത്തിരിക്കുന്നത്. ഇപ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഇത് ഞാൻ ചെക്കിങ് നടത്തി വരുമ്പോഴാണ് ഇങ്ങനെ കണ്ടത്. വണ്ടി കേടായിട്ട് നിൽക്കുകയാണ്, അതിൻ്റെ പറിച്ച് പൊട്ടിയിട്ടുള്ളതായിട്ടാണ് കാണുന്നത്. അത് ഓവർലോഡ് കയറ്റിയതുകൊണ്ടാണ് പറിച്ച് ഡാമേജ് ആയിട്ടുള്ളത്. അപ്പോൾ ഇതിനിപ്പോൾ അടുത്ത നടപടി എന്താണ് ശരിക്കും? നമ്മുടെ ഇതിലിപ്പോൾ ലോഡ് പ്രൊജക്ഷന് കേസ് അടിച്ചിട്ടുണ്ട്. പിന്നെ വണ്ടി വെയിറ്റ് നോക്കാൻ ഇപ്പോൾ സാധിക്കാത്ത അവസ്ഥയാണ്, വണ്ടി കേടുവന്നിരിക്കല്ലേ. അപ്പോൾ അവരോട് ഇനി വണ്ടി നന്നാക്കിയിട്ട് ലോഡ് വെയിറ്റ് നോക്കിയിട്ട് ഹാജരാക്കാനുള്ള നിർദ്ദേശം കൊടുക്കാനാണ് പോകുന്നത്. നിലവിൽ ഫൈൻ അടിച്ചിട്ടുണ്ട്, 50,000 രൂപ ഫൈൻ അടിച്ചിട്ടുണ്ട്. 42 ടണ്ണാണ് വണ്ടി അടക്കം ഭാരം കയറ്റാവുന്നത് പെർമിറ്റ് ചെയ്തിട്ടുള്ളത്. 42 ടണ്ണാണ്. അപ്പോൾ ഇനി വെയിറ്റ് നോക്കിയാൽ അറിയുള്ളൂ എത്ര കൂടുതലുണ്ടെന്നുള്ളത്. ശരിക്കും ഇത്ര നീളം കൂടിയ മരത്തടികളൊക്കെ വലിയ ട്രെയിലറിൽ കൊണ്ടുപോകേണ്ടതാണ്. ഇത് തൊടുപുഴയിൽ നിന്നാണ് ലോഡ് ചെയ്തിട്ടുള്ളതെന്നാണ് ഡ്രൈവർ പറഞ്ഞത്. പട്ടാമ്പിക്കാണ് കൊണ്ടുപോകുന്നത്. ഈ ഭാഗത്ത് സപ്പോർട്ടിംഗ് ആയി മരം കഷ്ണം വെച്ചുകൊണ്ടാണ് ഇപ്പോൾ നിലവിൽ ഈ വാഹനം നിർത്തിയിരിക്കുന്നത്. അല്ലെങ്കിൽ കൂടുതൽ നേരം നിൽക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ ഈ ഭാഗം എങ്ങോട്ടേക്ക് മറഞ്ഞു വീഴാനും സാധ്യതയുണ്ട് എന്നുള്ളതാണ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. എന്തായാലും അറ്റകുറ്റപ്പണി നടത്തണമെങ്കിൽ ഈ വാഹനം ഓഫ് ലോഡ് ചെയ്യണം, അതായത് ഇതിനുള്ളിൽ നിന്ന് മരങ്ങൾ മാറ്റേണ്ടതുണ്ട് എന്നുള്ളൊരു കാര്യമാണ് നിലവിൽ പറയുന്നത്. എന്തായാലും നടപടികളുമായി മോട്ടോർ വാഹന വകുപ്പ് മുന്നോട്ട് പോവുകയാണ്. തൃശ്ശൂർ നഗരമധ്യത്തിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. സുജി പട്ടാമ്പിക്കൊപ്പം MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്, തൃശ്ശൂർ.